വാട്സാപ്പ് യൂട്യൂബ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഗോവൻ ക്ലാസിക് 350യുടെ യൂസർ പ്ലസ് റിവ്യൂ ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ബാക്കിൽ കാണുന്ന ഈ വണ്ടിയുടെ നമ്മൾ റിവ്യൂ. ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. നമുക്ക് മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു LED ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. USB 4 വരുന്നത്. ബൈപ്രീഡ കാലിബേഴ്സാണ്. ഒരു ഡ്യുവൽ ചാനൽ ABS ആണ് കൊടുത്തിരിക്കുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സാണ് എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യണുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വരുമ്പോൾ ഈ പെഡൽസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, ഈ ലിവേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ക്രോം ഫിനിഷ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഒരു ബോബർ ടൈപ്പ് ഹാൻഡിൽ ബാർ, വളരെയധികം അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ്. കറക്റ്റ് ഒരു ബോബർ ഫീലാണ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ മീറ്റർ കൺസോളിലേക്ക് വന്നെയാണെങ്കിൽ ടാക്കോമീറ്റർ, ഓഡോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈം എത്ര എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലതാണ്. പിന്നെ USB ടൈപ്പ് C ചാർജർ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒരു ഒതുങ്ങിയിരിക്കണതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, അത്യാവശ്യം നല്ലതാണ്. പിന്നെ സ്വിച്ചിലേക്ക് വന്നെയാണെങ്കിൽ പാസ്, ലോ ബീം, ഹൈ ബീം, ഇൻഡിക്കേറ്റർ, ഹോൺ സ്വിച്ച്. നമുക്കൊന്ന് ഹോൺ ഒന്ന് കേൾക്കാം. അത്യാവശ്യം നല്ല ലൗഡറായിട്ടുള്ള ഒച്ചയാണ് തന്നെ കൊടുത്തേക്കണം. പിന്നെ ഇവിടെയാണ് റൈറ്റ് സൈഡിലാണ് എൻജിൻ കിൽ സ്വിച്ച് ഒക്കെ കൊടുത്തേക്കുക. കിൽ സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തേക്കണം. അത് അസാഡ് സ്വിച്ചാണ്. പിന്നെ മീറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് ക്ലാസിക് ആയിട്ടുള്ള ഇത് കൊടുത്തേക്കണം. ഇവിടെ സ്പീഡിൻ്റെ ഇതിൻ്റെയൊക്കെ കൊടുത്തേക്കണം, RPM എല്ലാം കൊടുത്തേക്കണം. അടിപൊളിയായിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻജിൻ സൈഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹോണ്ട നേരത്തെ ചെയ്തേക്കണ ഒരു പരിപാടിയാണ്. ഒരു എൻജിൻ ഉണ്ടാക്കിയിട്ട് പല വണ്ടികളൊക്കെ ഉണ്ടാവും. അത് സ്കൂട്ടർ സെഗ്മെൻറ്റിലാണ് ഹോണ്ട തുടങ്ങിയത്. ആക്റ്റീവയുടെ ഒരു HT എൻജിൻ ഉണ്ടാക്കിയിട്ട് ഏവിയേറ്റർ, ആക്റ്റീവ ആൻഡ് ഡിയോ ആൻഡ് നവി, ക്ലിക്ക്, അങ്ങനെ ആ ഒരു എൻജിൻ വെച്ചിട്ട് പല വണ്ടികളുണ്ടാക്കി. ആ ഒരു ഇതാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എൻഫീൽഡ് ബൈക്ക് സെഗ്മെൻറ്റിൻ്റെ 2 സിലിണ്ടറിലാണെങ്കിലും സിംഗിൾ സിലിണ്ടറിലാണെങ്കിലും ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു റെട്രോ മിറേഴ്സ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സീറ്റ് അത്യാവശ്യം നന്നായിട്ട് നല്ല കുഷനിങ് ഉള്ള ഒരു സീറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഗോവൻ ക്ലാസിക് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയേക്കണ ബാജിങ് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഓടിക്കുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ കുട്ടിക്കുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ സ്പ്ലിറ്റബിൾ സീറ്റാണ് ഇവിടെ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു സിംഗിൾ റൈഡിന് പോകാനുള്ള ഒരു ഇതാണ്. പക്ഷേ പില്ലിയണ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു മോഡലാണ് ആക്ച്വലി ബോബേഴ്സ് എന്ന് പറഞ്ഞാൽ. എല്ലാ ബോബേഴ്സും ആക്സസറിക്കായിട്ടായിരിക്കും സീറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിന് സ്റ്റോക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കുഴപ്പമില്ലാത്തൊരു ഗ്യാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെറ്റിയോറിൻ്റെയൊക്കെ പോലത്തെ ഒരു സ്റ്റോപ്പറും ആക്സസറി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാം. പിന്നെ ഈ ബാക്കിലേക്ക് വന്നെയാണെങ്കിൽ മഡ്ഗാർഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാമ്പും അത്യാവശ്യം റൗണ്ടിൽ ഒരു ടിപ്പിക്കൽ ബോബർ സെറ്റപ്പിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ബൈപ്രീഡ കാലിബേഴ്സാണ് വന്നേക്കുന്നത്. പിന്നെ ഡ്യുവൽ ചാനൽ ABS ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ട്വിൻ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ USB. പിന്നെ സിംഗാംസ് ആണെങ്കിൽ അത് അടിപൊളിയായിട്ടുണ്ട്. ഒരു കാലത്തിനനുസരിച്ചുള്ള രീതിയിൽ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റും കുറച്ചും കൂടി മോഡേൺ റെട്രോ ലുക്കിലാണ് കൊടുത്തേക്കുന്നത്. അത് അത്യാവശ്യം എൻഫീൽഡ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എഞ്ചിനിലേക്ക് വന്നെങ്കിൽ 349cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വന്നത്. പവർ ഔട്ട്പുട്ടിലേക്ക് നോക്കണമെങ്കിൽ 20.2 bhp 6100 RPM. ടോർക്ക് നോക്കണമെങ്കിൽ 27 Nm ടോർക്ക് വെച്ച് 4000 RPM കൊടുത്തിരിക്കുന്നത്. ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ആക്ച്വലി ഒരു റൈഡിങ് പോസ്റ്ററും അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരു റൈഡിങ് എക്കണോമിക്സിലൊക്കെ പോകണമെങ്കിൽ ഒരു 80 km/h അത്യാവശ്യം 80 to 90. അതാണ് ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. 105 ക്ലെയിം ചെയ്യണത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റൈഡിങ് എക്കണോമിക്സും റൈഡിങ് പോസ്റ്റേഴ്സുമാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് ടയറിലേക്ക് വന്നെയാണെങ്കിൽ അതിൻ്റെ സൈസ് പറയണമെങ്കിൽ 100/90 19 ആ ഒരു ഇതാണ്. റിയർ ടയറിലേക്ക് വന്നെങ്കിൽ 130/90 ആ ഒരു വീൽ സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടയർ അത്യാവശ്യം കൊടുത്തേക്കുന്നുണ്ട്. സിയറ്റിൻ്റെ ടയറാണ് സ്റ്റോക്ക് വന്നത്. പിന്നെ ഈ ആ വൈറ്റ് കൊടുത്തേക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നെയാണെങ്കിൽ ഗോവൻ ക്ലാസിക് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത് അത്യാവശ്യം ഒരു റെട്രോ ഒരു ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട്.
ഹാൻഡിൽ ബാർ ഞാൻ ഒന്നും കൂടി പറയണേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഹാൻഡിൽ ബാർ സെറ്റപ്പ് തന്നെ കൊടുത്തത്. ടിപ്പിക്കൽ ബോബർ സെറ്റപ്പ് തന്നെയാണ്. എൻഫീൽഡ് ഇപ്പോൾ കാലത്തിന് ഒത്ത് മാറിക്കൊണ്ടിരിക്കണേണ്. പിന്നെ ഇതിനെല്ലാത്തിനും നന്ദി പറയേണ്ടത് രണ്ട് കമ്പനികൾക്കാണ്. ഒന്ന് ജാവയ്ക്കും, ഒന്ന് ജാവ എന്ന് പറഞ്ഞതിനെക്കാട്ടും കൂടി ക്ലാസിക് ലെജൻഡ് എന്ന് പറയുന്നത്, പിന്നെ ഹോണ്ട. ഇവർ രണ്ടുപേരും കൂടുതൽ മാർക്കറ്റിൽ പ്രൊഡക്ട്സ് ഇറക്കണോണ്ട് തന്നെയാണ് എൻഫീൽഡിന് കോമ്പറ്റീഷൻ കൂടിയിട്ട് നല്ല നല്ല പ്രൊഡക്ട്സ് ഒക്കെ ഇറക്കാൻ നോക്കണത്. സെയിം എൻജിൻ തന്നെയാണ് ഇപ്പം വന്നത്, ബട്ട് അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് എൻഫീൽഡ് മാറിക്കൊണ്ടിരിക്കണം. ആസ് എ എൻഫീൽഡ് ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഇതിവിടെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇതിവിടെ ഈ ലൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട്. പിന്നെ നൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിസിബിലിറ്റി ഉണ്ട്. ഓക്കെ എന്ന് പറയാം, ദാറ്റ്സ് ഇറ്റ്. അത്ര വലിയ വിസിബിലിറ്റി ഇല്ല, എന്നാലും ഓക്കെ എന്നുള്ള രീതിയിൽ സെറ്റപ്പാണ് കൊടുക്കുന്നത്. പിന്നെ അസാഡ് ഇൻബിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അസാഡ് ലൈറ്റ്സ്. പിന്നെ ഇവിടെ മീറ്റർ കൺസോളൊക്കെ ഒരു ബാറ്ററിയുടെയും ഒരു ABS-ൻ്റെയും സെൻസർ പോലെ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആംബിയറാണ് അത്. അത്യാവശ്യം എൻഫീൽഡിൻ്റെ പണ്ടത്തെ വണ്ടികൾക്കോട്ട് മീറ്റർ അല്ല, ബാറ്ററി പ്രോപ്പർ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് ഓണാക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇപ്പോൾ BS6-ലാണെങ്കിലും വന്നിരിക്കുന്നത്. പിന്നെ എഞ്ചിൻ്റെ ഒരു കാര്യം, നമ്മൾ 2 വാൽവാണ് ഉള്ളത്, അത് നമ്മൾ പറയാൻ വിട്ടുപോയി. സെയിം എഞ്ചിൻ തന്നെ, ക്ലാസിക് 350 J സീരീസ് എഞ്ചിൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ ബോബറിന് വേണ്ടി ചെറുതായിട്ടൊന്ന് ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഇല്ല. ഒരു എഞ്ചിൻ വെച്ച് തന്നെ ചേസും കാര്യങ്ങളൊക്കെ വെച്ച് പല ചേസൊക്കെ വെച്ച് ഇവന് ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് എൻഫീൽഡിനെ സംബന്ധിച്ച് അവർക്ക് പ്രൊഡക്റ്റിൽ റേഞ്ച് കൂടുന്നുണ്ട്, ഒരു സെയിൽസ് ഫിഗേഴ്സും കൂടുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും സിദ്ധാർത്ഥ് ലാലിനോട് നന്ദി പറയാനുണ്ട്, കാലത്തിന് അനുസരിച്ച് പുതിയ പ്രൊഡക്ട്സ് ഒക്കെ ഇറക്കണതിന്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്കിനി നമ്മുടെ യൂസറിനെ വിളിക്കാം. അർജുൻ ബ്രോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എൻ്റെ പേര് അർജുൻ, കോട്ടയമാണ് സ്ഥലം. ഞാനൊരു ഷെഫാണ്. ഓക്കെ. എങ്ങനെയാണ് ഈ വണ്ടിയിലേക്ക് എത്തിയത്? ഞാൻ വർഷങ്ങളായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു പക്ക ഫാൻ ബോയ് ആണ്. ഇതിനു മുമ്പ് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, 350. അത് ഓൾമോസ്റ്റ് ഈ ഒരു മോഡലിൽ മോഡിഫൈ ചെയ്ത് മാറ്റ് ബ്ലാക്ക് ചെയ്ത് അലോയ്സ് ഒക്കെ ഇട്ട് ഒരു ബോബർ ടൈപ്പ് പോലെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതായിരുന്നു എൻ്റെ ലാസ്റ്റ് വണ്ടി. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്നാണ് ഞാനിങ്ങനെ മോഡൽ ലോഞ്ച് ചെയ്ത് കണ്ടത്. അപ്പോൾ ഇത് ഒരു ബോബറുമാണ്. ഈവൻ ദോ നമ്മുടെ എൻജിൻ എല്ലാ സീരീസിലും സെയിം ആണെങ്കിലും ഈ ബോബർ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, അങ്ങനെ എടുക്കുകയായിരുന്നു. ഓക്കെ. ഈ ബ്രേക്കിംഗ് സെറ്റപ്പ് എങ്ങനെയുണ്ട്? കുറച്ചുകൂടി ബ്ലോയ്ക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, എങ്ങനെയുണ്ട് ബ്രേക്കിംഗ് സെറ്റപ്പ്? അങ്ങനെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഈ റൈഡിങ് പോസ്റ്ററൊക്കെ കൊള്ളാം, ഒരു പക്ക ബോബർ പോലെ റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ. ഫ്രണ്ടിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സഡൻ ബ്രേക്ക് അങ്ങനെ എന്തെങ്കിലും ഇല്ല? അങ്ങനെ ഇതുവരെയും പ്രശ്നമൊന്നുമില്ല, എല്ലാം സ്മൂത്ത് ആയിട്ട്. ഓക്കെ. നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത ഫസ്റ്റ് സർവീസിലേക്ക് പോണേണ്. അതെ. എങ്ങനെ ഉണ്ടാവും ഇതുവരെ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? സോഫാർ കുഴപ്പമില്ല. ഞാൻ വൺ സ്ട്രെച്ചിലത് ഒരു 150 കിലോമീറ്റേഴ്സ് പോയിട്ടുണ്ട്. അപ്പം ഒത്തിരി ലോങ് റൈഡ് പോകുമ്പോൾ നമ്മുടെ ഫുൾ വെയിറ്റ് എന്ന് പറയുന്നത് സ്പൈനിലാണ് വരുന്നത്. അതെ അതെ അതെ. അപ്പോൾ അതിൻ്റെ ഒത്തിരി ലോങ് പോകുമ്പോൾ അത്ര കംഫർട്ടബിൾ പറയാൻ പറ്റില്ല. ഓക്കെ എന്ന് പറയാം. ബോഡി പെയിൻ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ബോഡി പെയിൻ ഇല്ല. എന്ന് വെച്ചാൽ ആ ഒരു പോസ്റ്ററിൽ ഫുൾ വെയിറ്റ് നമ്മുടെ പക്ക ബാക്കിലാണ് വരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട്. ഓക്കെ. ബ്രോൻ്റെ ഹൈറ്റ് എത്രയുണ്ട്? ഞാൻ 6 feet ആണ്. ഓക്കെ. 6 feet അത്യാവശ്യം ഗിയർ ആണെങ്കിൽ ഇടാൻ ഹസിലൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, പെർഫെക്റ്റ്. കുറച്ച് ക്രാംഡ് ഫീൽ ഒന്നും ഇങ്ങനെ? ഇല്ല. റിലാക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അങ്ങനെ ക്രാംഡ് ഫീൽ ഒന്നും ഇല്ല. എങ്ങനെയുണ്ട് ഗിയർ ബോക്സ്? ക്ലച്ച് ഹാർഡർ ആണോ? ക്ലച്ച് റോയൽ എൻഫീൽഡിൻ്റെ പോലെ ഒരു ഹാർഡ്നെസ് ഉണ്ട്. അതെ. പിന്നെ മുമ്പ് യൂസ് ചെയ്ത വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്, കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. ഓക്കെ. 5 speed ഗിയർ ബോക്സ് എങ്ങനെയുണ്ട്? 6 speedലേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഹിമാനി 411 നമ്മൾ അത്യാവശ്യം ക്രൂസ് ചെയ്തപ്പോൾ 6 ഗിയറിൻ്റെ ഒരു പോരായ്മ ആ വണ്ടിയിൽ നല്ല രീതിയിൽ അറിയണ്ട. അതേപോലെ എങ്ങനെ അറിയണ്ട ക്രൂസ് ചെയ്ത്? ഇത് ആ ഒരു മൂഡിൽ ഓടിക്കുന്ന വണ്ടി അല്ലല്ലോ. മാക്സിമം ഒരു 80-90 അതൊരു അത്രേ ഉള്ളൂ. ഓക്കെ. അങ്ങനെ ഗിയറിന് പ്രശ്നം വരാറില്ല. പിന്നെ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഈ വണ്ടി എടുക്കുന്നത്. ഓക്കെ. ശരി. 6 ഗിയർ വേണ്ടെന്നാണ് പറയണത്? അല്ല, ഗിയർ ഉണ്ടെങ്കിൽ ബെറ്റർ, പക്ഷേ ഇതിന് ഇങ്ങനെയാണ്. ഇപ്പോൾ സിറ്റിയിലും ഹൈവേയിലും ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പെർഫോമൻസ് നമ്മളിത് ടോപ്പ് ഗിയറിൽ വേണമെങ്കിലും നമുക്ക് ഭയങ്കര സ്ലോ ആയിട്ട് റൈഡ് ചെയ്യാമല്ലോ, അറിയാമല്ലോ. ആ ഒരു മോഡിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്നൊരു ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ഈസി ആയിട്ട് തന്നെ സിറ്റിയിലാണെങ്കിലും ഹൈവേയിലാണെങ്കിലും റൈഡ് ചെയ്യാമെന്നാണ് ഞാൻ പറയാറ്. ഓക്കെ. പെട്ടെന്നൊരു
അസിൽ വരുന്നില്ല ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ. ഓക്കെ. വേറെ ഓവർ ഹീറ്റ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടില്ലല്ലോ? ഇതുവരെ ഇല്ല. അപ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ പറഞ്ഞല്ലോ, അപ്പോൾ എത്ര റിഫൈൻഡ് ആണെന്ന് പറഞ്ഞാലും റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു വൈബ്രേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫുഡ് പെഗിലാണ് ഹാൻഡിലാണ് വൈബ്രേഷൻ? ഈ മിറേഴ്സിലും അനുഭവപ്പെടാറുണ്ടോ റൈഡിങ്? ഹാൻഡിൽ ബാറിലുണ്ട്, പക്ഷെ അത് പഴയതിനേക്കാളും ഭയങ്കര ബെറ്റർ ആണ്. മൈന്യൂട്ടായിട്ടുള്ളൂ ഇപ്പോൾ. ഓക്കെ. ഫുഡ് പെഗിൽ ഇതുവരെ അങ്ങനെ ഫീൽ ആയിട്ടില്ല. ഓക്കെ ആണ്. ശരി ബ്രോ, ഒരു ത്രോട്ടിൽ റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഒത്തിരി റെസ്പോൺസീവ് ആണെന്ന് പറയാൻ പറ്റില്ല. ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ്. ഓക്കെ. BS6 FI ആയിട്ടും കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ സസ്പെൻഷൻ എങ്ങനെയുണ്ട്? ഫ്രണ്ടിൽ USD ആണ് വന്നത്, ബാക്കിൽ ട്വിൻ സസ്പെൻഷനാണ്. കുറച്ച് ഹാർഡായിട്ടാണ് ട്യൂൺ ചെയ്തേക്കണം. എങ്ങനെയുണ്ട്? കുറച്ച് സ്റ്റിഫാണ് ബാക്കിൽ. അപ്പം റൈഡിങ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല. എനിക്കൊന്ന് ബാക്കിലിരിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമ്മുടെ ഫ്രണ്ട്സ്. അത് ഞാൻ ചോദിക്കാം. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? അപ്പോൾ ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്തൊക്കെ ഹാപ്പിയാണോ, റിലാക്സ് ആണോ? ഓക്കെയാണ്. കുറച്ചൊരു സ്റ്റിഫ് ഫീൽ ഉണ്ട്. നമ്മളൊരു മോശം റോഡിൽ പോകുമ്പോൾ ചെറിയൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നു. ഓക്കെ. ഓവർ ആകുമ്പോൾ മേ ബി കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമായിരിക്കാം. അങ്ങനെയാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സീറ്റ് എങ്ങനെയുണ്ട്? ഒരു പില്യണിലാണെങ്കിലും റൈഡിങ്ങിലാണെങ്കിലും ഇവിടെ ഒരു ബാജിങ് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ്? കുത്തിക്കൊള്ളണം അങ്ങനെ എന്തെങ്കിലും അരോചകമായിട്ട് തോന്നുന്നുണ്ടോ? സീറ്റിംഗ് ഞാൻ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സീറ്റ് തന്നെയാണ്. നല്ല കുഷനിങ് ആണ്, നല്ല കംഫർട്ട് തന്നെയാണ്. ഇതിൻ്റെ ഫീലൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു കുഴി പോലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഫീൽ ചെയ്യുന്നേ ഇല്ല. പക്കാണ്. പില്ലിയൻ വെച്ച് ഞാൻ ഒത്തിരി റൈഡ് ചെയ്തില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ടിനെ വെച്ച് പോയേ ഉള്ളൂ. എങ്ങനെയുണ്ട്? പുള്ളി എന്ത് തോന്നി? പുള്ളി ഓക്കെ ആയിരുന്നു. പുള്ളി എങ്ങനെ ബൾക്കി ആണോ അല്ലെങ്കിൽ ഒത്തിരി ബൾക്കി അല്ല? ഒത്തിരി ബൾക്കിയുള്ള ആളിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ടൈറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഗ്യാബ്രിയലിനെ പറ്റി എന്താണ്? പുള്ളി ഇപ്പോൾ പില്ലിയൺ വെച്ച് റൈഡ് ചെയ്തപ്പോൾ ഗ്യാബ്രിയൽ പിടിക്കാൻ പറ്റണ്ട അങ്ങനെ എന്തെങ്കിലും മിസ്കംഫോർട്ട് അങ്ങനെ എന്തെങ്കിലും? കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ. ആ ഹാൻഡ്ലിങ്ങും എല്ലാം ഓക്കെ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ പറഞ്ഞല്ലേ ഒരു അഡീഷണൽ ആക്സസറി പോലെ ബാക്കിൽ റെസ്റ്റ് വേണേൽ ആഡ് ചെയ്യാം. നമ്മൾ ചെയ്തിട്ടില്ല. സോഫാർ കുഴപ്പമില്ല. പിന്നെ ഈ ലോങ് റൈഡ് പോകുമ്പോൾ മേ ബി അത്ര കംഫർട്ട് ഉണ്ടാവില്ലായിരിക്കും. പില്ലിയണിന് മേ ബി പില്ലിയൻ വെച്ച് ടൂർ ചെയ്യേണ്ട ഒരു ബൈക്കല്ലല്ലോ. അതെ. ബ്രോ, ഇതിൻ്റെ കോർണറിങ് എടുക്കുമ്പോൾ അതിൻ്റെ എബിലിറ്റീസും കാര്യങ്ങളും എങ്ങനെയുണ്ട്? കോർണറിങ് ഈ ഹാൻഡിൽ വെച്ചിട്ട് ശരിക്കും ഒത്തിരി വീശാൻ പറ്റില്ല. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ക്രൂയിസ് മോഡലിൽ. എന്നാലും ക്ലിയറൻസ് ഉണ്ട്. ഇതുവരെ തട്ടിയിട്ടില്ല. കുഴപ്പമില്ല. ഓക്കെ. നല്ല ബമ്പുകളൊക്കെ ചേട്ടിട്ടും കുഴപ്പമില്ല. പിന്നെ പറഞ്ഞല്ലോ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി വലിയ ടേണിങ്സ് ഒക്കെ അങ്ങനെ കോർണർ ചെയ്യുമ്പോൾ ഒരു ഹാൻഡിലിൻ്റെ ഒരു പൊസിഷനിങ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. അത് പെട്ടെന്ന് നമുക്ക് ഒരു സിറ്റിയിലൊക്കെ ആണെങ്കിൽ, സിറ്റി ട്രാഫിക്കിലാണെങ്കിൽ ഒരു ഫ്ലിക്ക് ചെയ്ത് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതെ. ഓക്കെ. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന് എത്ര മൈലേജ് കിട്ടും എന്നുള്ളത്. എത്ര മൈലേജ് കിട്ടും? മൈലേജ് റോയൽ എൻഫീൽഡ് പറയുന്നത് 36 അറൗണ്ട് ആണ്. നോക്കിയിട്ട് ഇപ്പോൾ ഒരു 33 അതൊക്കെ ഉള്ളൂ. ഓക്കെ. സർവീസ് പ്രോപ്പർ കഴിഞ്ഞിട്ടില്ല. മേ ബി അത് കഴിയുമ്പോൾ ബെറ്റർ ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ തീരുമാനിച്ചാണ്? ഡെയിലി കമ്മ്യൂട്ടറിംഗ് ആണോ അല്ലെങ്കിൽ വീക്കെൻഡ് റൈഡ് എങ്ങനെയാണ്? നമ്മൾ പ്ലാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഡെയിലി ഒരു അറൗണ്ട് 10 കിലോമീറ്റേഴ്സ് റൈഡിങ് ഉണ്ടാവും. പിന്നെ വീക്കെൻഡ്സിൽ വീട്ടിലോട്ട് പോകുന്നത് ഒരു 150 കിലോമീറ്റേഴ്സ്. അതാണ് അങ്ങനെയാണ് നടക്കണം. ഓക്കെ. പിന്നെ ഇപ്പോൾ ബ്രോനോട് ചോദിക്കണതാണ്, സജഷൻ ചോദിക്കണതാണ്, ഇത് ആർക്കൊക്കെ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ബ്രോൻ്റെ ഒരു ഓണസ്റ്റ് റിപ്ലൈ എന്തായിരിക്കും? ആർക്കൊക്കെ പറ്റും, പറ്റില്ല, നിങ്ങൾ എന്തൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഈ വണ്ടിയിലേക്ക് വരാനൊക്കെ നോക്കുമ്പോൾ? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, ഈ സെയിം സീരീസിലുള്ള എൻജിനാണ്. ക്ലാസിക്കലാണെങ്കിലും സ്റ്റാൻഡേർഡിലാണെങ്കിലും ഈവൻ മെറ്റീരിയലാണെങ്കിലും. ഹണ്ടർ. അതെ. ഹണ്ടർ പറയാൻ പറഞ്ഞേ. അപ്പം എല്ലാം ഓരോ ടൈപ്പ് വണ്ടികൾ തന്നെയാണ്. ഇത് അതിനകത്ത് മൊത്തത്തിലൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നൊരു ബോബർ. പിന്നെ ഫാമിലി യൂസ് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് പറ്റില്ല. പിന്നെ ഡെയിലി നല്ല ലോങ് റൈഡ്സ് ഉള്ളവർക്കാണല്ലോ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. പ്രോപ്പർ പറഞ്ഞാൽ ബോബർ ആ ഒരു ടൈപ്പ് വണ്ടികൾ താല്പര്യമുള്ളവർ ആയിരിക്കും ഇത് ചൂസ് ചെയ്യുന്നത് ബെറ്റർ. അല്ലാത്ത ഒരു ബിഗിനറിന് സജസ്റ്റ് ചെയ്യില്ല. ഈ പറഞ്ഞ പോലെ ഫാമിലി യൂസ് സജസ്റ്റ് ചെയ്യുന്നില്ല. ലോങ് റൈഡ്സ് ഉള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ. നമ്മൾ പറയാൻ വിട്ടു, ഈ മിറേഴ്സ് എങ്ങനെയുണ്ട്? ആക്ച്വലി ഒരു റെട്രോ വൈബാണ്, അത്യാവശ്യം വിസിബിലിറ്റീസ് ഉണ്ട്. കൊള്ളാം, നല്ല ക്വാളിറ്റി തന്നെയാണ്. മാപ്പി. ഓക്കെ. സോസിനോട്ട് ഒന്ന് കേട്ടാലോ?
എങ്ങനെയുണ്ട് സാധനം പൊളിയല്ലേ? ബ്രോ ഇത്ര നേരം ഞങ്ങളോട് സഹായിച്ചതിന് എൻ്റെ പേരിലും പൂഞ്ചി ആൻഡ് സൺസിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ റോയൽ എൻഫീൽഡ് ഗോവൻ ക്ലാസിക് 350യുടെ യൂസർ എക്സ്പീരിയൻസ് പ്ലസ് റിവ്യൂ. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വണ്ടിയായി കാണും വരേക്കും സൈനിങ് ഓഫ് അഗ്രേജ്, ക്യാമറമാൻ മിസ്റ്റർ പൂഞ്ചി. ലവ് യു ഓൾ.